മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടെ സമാഗതമായിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്വാതന്ത്ര്യം സ്നേഹം എന്ന വാക്കുപോലെ തന്നെ അടുക്കും തോറും കൂടുതൽ വിശാലമായിക്കൊണ്ടിരിക്കുന്ന പുതിയ അർത്ഥതലങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. മഹാത്മാഗാന്ധിജിയെ പോലെ ഒരു അഹിംസാവാദി നേതൃത്വം കൊടുത്തതുകൊണ്ട് തന്നെ താരതമ്യേന രക്തച്ചൊരിച്ചിലുകൾ കുറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇന്ത്യയുടേത്. അതിന് ഗാന്ധിജി ഉപയോഗിച്ച ഒരു മാർഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സമരമാർഗം എന്ന് പറയുന്നത് ഒരു നിസ്സഹകരണമായിരുന്നു. അതൊരു സത്യാഗ്രഹ മാർഗമായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചത്. കാരണം സമരം ചെയ്യുമ്പോൾ പലപ്പോഴും തൊഴിലില്ലാതെയാകും, സമരം ചെയ്യുന്ന ആളുടെ കുടുംബം പട്ടിണിയിലാകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരാൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലി സ്വാതന്ത്ര്യ സമരത്തിനായാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് ഈ സമരത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. കർഷകൻ കൃഷി ചെയ്യുന്നു, അതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. അത്തരത്തിലൊരു നിസ്സഹകരണ പ്രസ്ഥാനമാണ്, പ്രൊട്ടസ്റ്റാണ് ഗാന്ധിജി മുന്നിലേക്ക് വെച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളുകൾക്ക് ശേഷവും ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ വേരോടി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേതൃത്വ ഗുണം എന്ന പേരിൽ കാണുന്നത് പ്രൊട്ടസ്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നാട്ടിലൂടെ പുതുതായി ഒരു ബസ് സർവീസ് കൊണ്ടുവരുന്ന ഒരാളെക്കാളും നേതാവാകാൻ നല്ലതെന്ന് തോന്നുന്നത് ബസ് തടയുന്ന ആളാണ്. ഇത് നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ തന്നെ എപ്പോഴും ബസ് തടയുന്നയാളും എല്ലാത്തിനെയും എതിർക്കുന്ന ആളും എതിർക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളിനും എല്ലാം ഒരു നേതൃത്വ ഗുണമുണ്ട് എന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് പലപ്പോഴും പുതുതായി വരുന്ന ഏത് കാര്യത്തെയും അല്പം ഭയത്തോടെ ആദ്യമോ എതിർത്ത് അത് മറ്റൊരാൾ ഉപയോഗിച്ച് അതിന് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇന്ത്യൻ ജനസമൂഹം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് TV പരിപാടികളിലും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി പുതിയ പരീക്ഷണമായി എത്തിയ ഈ പരിപാടിയെയും ആദ്യം എന്താണെന്നറിയാൻ മലയാളികൾ ഒന്ന് ചിന്തിച്ചു. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇന്ന് രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകരോടും ആത്മാർത്ഥമായി ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. നമ്മുടെ തമാശ നന്നായില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചോദിക്കും, എന്നാൽ നീയൊരു തമാശ പറ, ആ സിനിമ എത്ര നന്നായില്ല, എന്നാൽ നീയൊരു സിനിമ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു അതിനെപ്പറ്റി മാത്രമേ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാവുള്ളൂ എന്ന സ്ഥിതിയിൽ നമ്മൾ പലപ്പോഴും മാറി ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സ്വാതന്ത്ര്യം വിശാലമായൊരു വാക്കാണ്. അത് പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ പലതരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. എൻ്റെ വ്യക്തി സൗഹൃദ സ്വാതന്ത്ര്യങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഇന്നും നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, ധർമ്മജൻ ബോൽഗാട്ടി. ധർമ്മജൻ, സ്വാതന്ത്ര്യം എന്ന വാക്ക് പലപ്പോഴും പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് പൊളിറ്റിക്സിലേക്കാണ്, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണ്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമരവും എല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയം എന്ന വാക്കിനെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ പാർട്ടിയും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരു ടൂളാണ്. സത്യത്തിൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ധർമ്മജൻ ബോൽഗാട്ടിക്ക് ഇപ്പം എന്താ പറയാനുള്ളത്? അല്ല, പലപ്പോഴും പല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. നമ്മൾ അല്ലാതെ തന്നെ ജനങ്ങളെ നോക്കാറുണ്ട്, പാവപ്പെട്ടവരെ നോക്കാറുണ്ട്, കഷ്ടത അനുഭവിക്കുന്നവരെ നോക്കാറുണ്ട്. അതിൽ നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നത് നമ്മൾക്ക് മുമ്പേ കുറേ പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടാണ്, നല്ലത് ചെയ്തുകൊണ്ടാണ്. ധർമ്മജൻ പറഞ്ഞതുപോലെ വീണ്ടും ഈ ഒരു ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പാരതന്ത്ര്യങ്ങൾ നല്ലതിനു വേണ്ടിയാണെങ്കിലും ചീത്തയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് മോചിതരാകാൻ പറ്റട്ടെ എന്ന് എല്ലാവരോടും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ധർമ്മജൻ, സീറ്റിലേക്ക് ഇരിക്കുക. താങ്ക് യു.